Hi all. CS 306 Computer Networks Module number 6 അതിലെ DNS Domain Name System എന്ന ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, DNS means Domain Name System. Each internet host is assigned a host name and an IP address. നമ്മുടെ ഇൻ്റർനെറ്റിലുള്ള ഓരോ ഹോസ്റ്റിനും ഒരു ഹോസ്റ്റ് നെയിമും ഒരു IP അഡ്രസ്സും ഉണ്ടായിരിക്കും. ഈ ഹോസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് ക്യാരക്ടർ സ്ട്രിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ www.google.com. IP അഡ്രസ്സ് എന്ന് പറയുന്നത് 32 ബിറ്റ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും. ഡോട്ടഡ് വെച്ചിട്ടായിരിക്കും ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടാകുക. ഫോർ എക്സാമ്പിൾ 139.130.4.5. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഇൻ്റർനെറ്റിൽ ഹോസ്റ്റ്സ് ഉണ്ടാവും. ആ ഓരോ ഹോസ്റ്റിനും ഒരു നെയിമും ഉണ്ടായിരിക്കും, ഒരു IP അഡ്രസ്സും ഉണ്ടായിരിക്കും. ഈ നെയിം എന്ന് പറയുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ് ഉണ്ടാവുക. സ്ട്രക്ചേർഡ് ക്യാരക്ടർ സ്ട്രിംഗ് ആയിരിക്കും. www.google.com, www.yahoo.com എന്നുള്ള പോലത്തെ പേരുകളാണ് ഉണ്ടായിരിക്കുക. ദെൻ ഈ ഓരോ നെയിമിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു IP അഡ്രസ്സും ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ലാബിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ഗൂഗിളിൻ്റെ IP അഡ്രസ്സ് ഫൈൻഡ് ചെയ്യുന്ന ഒരു കമാൻഡ് വെച്ച് നമ്മൾ അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു നെയിമും ഈ ഒരു IP അഡ്രസ്സും ഓരോ ഹോസ്റ്റിനും ഇൻ്റർനെറ്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, IP അഡ്രസ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ് IP അഡ്രസ്സ്? ഈ DNS എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു നെയിമിംഗ് സർവീസാണ് ഓഫ് ദ ഇൻ്റർനെറ്റ് ദാറ്റ് റിസോൾവ്സ് ഹോസ്റ്റ് നെയിം ടു IP അഡ്രസ്. ഈ ഹോസ്റ്റ് നെയിമിനെ IP അഡ്രസ്സുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഹോസ്റ്റ് നെയിമിനെ റിസോൾവ് ചെയ്യുന്ന നെയിമിംഗ് സർവീസാണ് DNS എന്ന് പറയുന്നത്. ഇത് ആപ്ലിക്കേഷൻ ലെയറിൽ വരുന്ന ഒരു പ്രോട്ടോക്കോളാണ്. ഇൻ്റർനെറ്റിലുള്ള ഡൊമെയിൻ നെയിംസിനെ അല്ലെങ്കിൽ ഹോസ്റ്റ് നെയിംസിനെ IP അഡ്രസ്സുമായിട്ട് റിസോൾവ് ചെയ്യുന്ന നെയിമിംഗ് സർവീസാണ് DNS. DNS allows users of the internet application to refer to remote host by നെയിം റേദർ ദെൻ ദെയർ അഡ്രസ്സ്. അതായത് ഇൻ്റർനെറ്റിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഓരോ ഡിവൈസുകളുടെ IP അഡ്രസ്സ് ഓർത്തു വെക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള google.com, yahoo.com പോലെയുള്ള പേരുകൾ ഓർമ്മിച്ച് വെക്കാൻ എളുപ്പമാണ്. സോ ഇങ്ങനെയുള്ള പേരുകൾ വെച്ചിട്ട് ആ ഒരു ഡിവൈസിനെ ആക്സസ് ചെയ്യുവാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് DNS എന്ന് പറയുന്നത്. കാരണം ആ നെയിമിനെ വെച്ചിട്ട് നമുക്ക് IP അഡ്രസ്സുമായിട്ട് മാപ്പ് ചെയ്യാൻ പറ്റും, IP അഡ്രസ്സിനെ റിസോൾവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആ ഡിവൈസിനെ ആക്സസ് ചെയ്ത് നമ്മുടെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ മാപ്പ് ചെയ്യുന്ന, റിസോൾവ് ചെയ്യുന്ന നെയിമിംഗ് സർവീസാണ് DNS എന്ന് പറയുന്നത്, ഡൊമെയിൻ നെയിം സിസ്റ്റം. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു യൂസർ ഉണ്ട്. ഈ യൂസർ ഇവിടെ ഒരു മെയിൽ സെർവറിൻ്റെ കേസാണ് പറയുന്നത്. അതിൻ്റെ ഡൊമെയിനാണ് ഈ ഒരു ഡൊമെയിൻ പേര് പറയുന്നത്. സോ ഈ യൂസർ ആ ഒരു സർവീസ് ആക്സസ് ചെയ്യാൻ നോക്കുന്നു. IP അഡ്രസ്സ് കൊടുക്കുന്നതിന് പകരം യൂസർ ആ ഒരു ഡൊമെയിൻ നെയിമാണ് കൊടുക്കുന്നത്. ദെൻ മെയിൽ പ്രോഗ്രാമിലെത്തുന്നു. ഇവിടുന്ന് ആ ഒരു നെയിമിനെ റിസോൾവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നേരെ നെയിം സെർവറിലോട്ട് നോക്കും. നെയിം സെർവറിൽ നിന്ന് നമുക്കതിൻ്റെ IP എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഈ ഒരു IP ആണ് ആ ഒരു ഡിവൈസിലേക്ക് എത്തിപ്പെടാനും അവിടുന്ന് ഡാറ്റേനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ യൂസർ ആ ഒരു ഹോസ്റ്റ് നെയിം വെച്ചിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ് കൊടുക്കുന്നത്. അത് മെയിൽ പ്രോഗ്രാമിലെത്തി. ആ നെയിമിനെ നെയിം സെർവറിൽ നോക്കി അതിൻ്റെ IP ഏതാണ് കണ്ടുപിടിച്ചു. ദെൻ TCP/IP മെത്തേഡ്സ് വഴിയാണ് നമ്മൾ ആ ഒരു ഡിവൈസിലോട്ട് എത്തുന്നത്. ദെൻ ആ ഡിവൈസിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ ആക്സസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് DNS വർക്ക് ചെയ്യുന്നത്. ഈ ഒരു DNS ഈ ഒരു നെയിം സെർവർ വഴി IP അഡ്രസ്സിനെ റിസോൾവ് ചെയ്യുന്ന നെയിമിംഗ് സർവീസാണ് DNS എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് DNS നെയിം സ്പേസ്. ദ നെയിംസ് ഇൻ ദ DNS നെയിം സ്പേസ് ആർ കോൾഡ് ഡൊമെയിൻ നെയിം. നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള ടേമാണ് ഡൊമെയിൻ നെയിം. സോ ഈ DNS നെയിം സ്പേസിലുള്ള നെയിമിനെയാണ് നമ്മൾ ഡൊമെയിൻ നെയിം എന്ന് പറയുക. ഓക്കെ, ദെൻ ഈച്ച് ഡൊമെയിൻ നെയിം ഐഡൻറ്റിഫൈസ് റിലീം ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി വിത്തിൻ ദ ഇൻ്റർനെറ്റ്. ഒരു ഇൻ്റർനെറ്റിൻ്റെ അകത്തുള്ള ആ ഒരു ഡൊമെയിൻ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ആരാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഡൊമെയിൻ നെയിം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് നെയിമാണ്. ഫോർ എക്സാമ്പിൾ അത് മൾട്ടിപ്പിൾ കമ്പോണൻസ് ആ ഒരു ഡൊമെയിൻ നെയിമിൽ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ www.google.com, IEEE.org, ox.ac.uk ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചേർഡ് ഫോമിലായിരിക്കും ഈ ഡൊമെയിൻ നെയിംസ് ഉണ്ടാവുക. ഓക്കെ, സോ ഡൊമെയിൻ നെയിം മീൻസ് DNS നെയിം സ്പേസിലുള്ള നെയിംസിനെയാണ് നമ്മൾ ഡൊമെയിൻ നെയിംസ് എന്ന് പറയുക. ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡൊമെയിൻ നെയിം യൂസ് ചെയ്യുന്നത്. ഒരു സ്ട്രക്ചേർഡ് ഫോമിലായിരിക്കും ഈ ഡൊമെയിൻ നെയിംസ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ IEEE.org, KTU.edu ആ ഒരു
സ്ട്രക്ചേർഡ് ഫോമിലായിരിക്കും DNS നെയിം സ്പേസ് അല്ലെങ്കിൽ ഡൊമെയിൻ നെയിംസ് ഉണ്ടായിരിക്കുക. ഈ DNS നെയിം സ്പേസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ട്രീ മോഡൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. വിത്ത് 2 ടൈപ്പ് ഓഫ് നോഡ്സ് ഉണ്ടാവും, ലീഫ് നോഡ്സും നോൺ ലീഫ് നോഡ്സും. ലീഫ് നോഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഹോസ്റ്റുകളെ, നോൺ ലീഫ് നോഡ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡൊമെയിനുകളെ ആയിരിക്കും. ഓക്കെ, ദെൻ 2 ടൈപ്പ് ഓഫ് ടോപ്പ് ലെവൽ ഡൊമെയിൻസ് ഉണ്ട്. ഒന്ന് ജനറിക് ആയിട്ടുള്ള ടൈപ്പും ഒന്ന് കൺട്രി കോഡ് ഉള്ള ടൈപ്പും. ജനറിക് എന്ന് പറയുന്നത് .com, .edu, .gov പോലെയുള്ള ഡൊമെയിൻ നെയിംസിനെയാണ് നമ്മൾ ജനറിക് ടോപ്പ് ലെവൽ ഡൊമെയിൻസ് എന്ന് പറയാം. കൺട്രി കോഡ് സ്പെസിഫിക് ആയിട്ടുള്ള ഡൊമെയിൻസ് ആണ് .us, .uk, .fr, .in എന്നൊക്കെ പറയുന്നത് കൺട്രി സ്പെസിഫിക് ആണ്. ഓക്കെ, സോ എന്താ ഡൊമെയിൻ നെയിം എന്നുള്ളത് ക്ലിയർ ഐഡിയ മനസ്സിലാക്കുക. ഡൊമെയിൻ നെയിം DNS നെയിം സ്പേസിലുള്ള നെയിമിനെയാണ് നമ്മൾ ഡൊമെയിൻ നെയിം എന്ന് പറയുക. ഒരു സ്ട്രക്ചേർഡ് ഫോമിലാണ് ഉണ്ടാവുക. ദെൻ ഒരു ട്രീ ആയിട്ട് നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ലീഫ് നോഡ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഹോസ്റ്റും നോൺ ലീഫ് നോഡ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡൊമെയിൻസും ആയിരിക്കും. 2 ടൈപ്പ് ടോപ്പ് ലെവൽ ഡൊമെയിൻസ് ഉണ്ട്, ജനറിക് ടോപ്പ് ലെവലും ഡൊമെയിൻസും കൺട്രി കോഡ് ടോപ്പ് ലെവൽ ഡൊമെയിൻസും. ജനറിക് മീൻസ് .com, .edu, .gov പോലെയുള്ളത്. കൺട്രി കോഡ് മീൻസ് കൺട്രി സ്പെസിഫിക് ആയിട്ടുള്ളത് .us, .uk, .in, .fr എന്നൊക്കെയുള്ളത് കൺട്രി കോഡ് സ്പെസിഫിക് ടോപ്പ് ലെവൽ ഡൊമെയിൻസ് ആണ്. സോ ഇതാണ് ആ ഒരു ട്രീ, ഡിഫറെൻറ്റ് ഡൊമെയിൻസ്. ആ ഡൊമെയിൻസിനെ വീണ്ടും നമ്മൾ സബ്ബായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഓരോ ഇതിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ KTU ആണെങ്കിൽ KTU.edu, ആ KTUവിൻ്റെ അകത്ത് വീണ്ടും ഇതിനെ സബ് ഡൊമെയിൻ ആക്കി നമുക്ക് തിരിക്കാം. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസും ആണെങ്കിൽ CS.KTU.edu, .edu എന്നുള്ള രീതിയിൽ വീണ്ടും നമുക്ക് ഇതിനെ സബ് ഡൊമെയിൻ ആക്കിയിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. ഇതാണ് ആ ഒരു ട്രീ എന്ന് പറയുന്നത്. ഡൊമെയിൻ, സബ് ഡൊമെയിൻ ആയിട്ട് നമുക്ക് ഇതിനെ പല സോൺസ് ആക്കി പല സബ് ഡൊമെയിൻ ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇതിൽ സോൺസ്. DNS നെയിം സ്പേസ് പല സോൺസ് ആക്കിയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടാവും. ഓരോ സോണും കറസ്പോണ്ട്സ് ടു സം അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് പോർഷൻ ഓഫ് ദ നെയിം സ്പേസ്. ഈ DNS നെയിം സ്പേസിനെ പല സോൺസ് ആക്കി ഡിവൈഡ് ചെയ്യും. ഓരോ സോണും ആ ഒരു നെയിം സ്പേസിൻ്റെ ആ ഒരു പോർഷൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ആയിരിക്കും. ഓക്കെ, ദിസ് അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റി ഓവർ എനി സോൺ മേ ബി ഡിവൈഡ് ബൈ ക്രിയേറ്റിംഗ് അഡീഷണൽ സോൺ. വീണ്ടും നമുക്ക് അഡീഷണൽ സോൺ അല്ലെങ്കിൽ സബ് സോൺസ് വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നേരത്തെ കണ്ട ഈ ഒരു ഫിഗറിൽ ഇതൊരു സോണായിരുന്നു. ഈ ഡൊമെയിനെ KTU.edu എന്നുള്ള സബ് ഡൊമെയിൻ ആക്കി മാറ്റി വീണ്ടും അതിനെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നമുക്ക് വീണ്ടും അതിനെ സബ് സോൺ അല്ലെങ്കിൽ സബ് ഡൊമെയിൻ ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇതാണ് സോൺസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ദെൻ റിസോഴ്സ് റെക്കോർഡ്. ഈ സോണിൻ്റെ അകത്ത് ഓൾറെഡി എന്താണ് സോൺ എന്ന് പറഞ്ഞു. ഈ സോണിലുള്ള ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്ന റെക്കോർഡ്സിനെയാണ് നമ്മൾ റിസോഴ്സ് റെക്കോർഡ് എന്ന് പറയാം. സോണിലുള്ള ഡാറ്റ, ആ ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്ന റെക്കോർഡ്സിനെയാണ് റിസോഴ്സ് റെക്കോർഡ് എന്ന് പറയുക. ഈച്ച് റിസോഴ്സ് റെക്കോർഡ് ഒരു 5 ടപ്പിളാണ്. അതിൽ 5 വാല്യൂസ് ഉണ്ടാവും. ഒന്ന് നെയിം, ഒന്ന് വാല്യൂ, ഒന്ന് ടൈപ്പ്, ഒന്ന് ക്ലാസ്, ഒന്ന് TTL, ടൈം ടു ലീവ്. ഓക്കെ, ദെൻ ഫൈനൽ ടോപ്പിക്കാണ് നെയിം റെസൊല്യൂഷൻ. പേര് തന്നെയുണ്ട് നെയിം റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡൊമെയിൻ നെയിം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോസ്റ്റ് നെയിം കിട്ടിക്കഴിഞ്ഞാൽ ആ നെയിമിൻ്റെ അകത്തു നിന്നും IP അഡ്രസ്സിനെ എങ്ങനെയാണ് നമ്മൾ റിസോൾവ് ചെയ്തെടുക്കുന്നത്, എങ്ങനെയാണ് നെയിമിനെ നമ്മൾ റിസോൾവ് ചെയ്ത് IP അഡ്രസ്സിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നെയിം റെസൊല്യൂഷൻ പറയുന്നത്. ഓക്കെ, ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലയൻറ്റ് പ്രോഗ്രാം റണ്ണിങ് ഓൺ ഈച്ച് ഇൻ്റർനെറ്റ് ഹോസ്റ്റ് ഈസ് ഇനീഷ്യലൈസ്ഡ് വിത്ത് ദ അഡ്രസ് ഓഫ് എ ലോക്കൽ നെയിം സെർവർ. ഓരോ ക്ലയൻറ്റ് പ്രോഗ്രാമിനും അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ലോക്കൽ നെയിം സെർവർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റ് പ്രോഗ്രാം ആദ്യം തന്നെ ഡയറക്റ്റ് ആയിട്ട് ഈ ലോക്കൽ നെയിം സെർവറിലാണ് ഈ നെയിം റെസൊല്യൂഷന് വേണ്ടിയിട്ട് ആദ്യം കോൺടാക്ട് ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുക. സോ ഈ ആദ്യം തന്നെ ഈ ലോക്കൽ നെയിം സെർവറിൽ ആ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കും. ഫൈൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോൾ തന്നെ IP അഡ്രസ്സ് മനസ്സിലാക്കിയിട്ട് പിന്നെ ആ IP അഡ്രസ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇനി ഈ ലോക്കൽ നെയിം സെർവർ ഒന്നോ അതിലധികമോ റൂട്ട് നെയിം സെർവറെ അറിയാൻ വേണ്ടി പറ്റും, അതിൻ്റെ അഡ്രസ്സ് അറിയാൻ വേണ്ടി പറ്റും. സോ ലോക്കൽ നെയിം സെർവറിൽ സെർച്ച് ചെയ്തിട്ട് കാണുന്നില്ല എങ്കിൽ ദെൻ അത് ആ ഒരു റൂട്ട് നെയിം സെർവറിൽ ഓരോന്നായിട്ട് സെർച്ച് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഒരു നെയിമിനെ റിസോൾവ് ചെയ്യുക. ഓക്കെ, അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ടു റിസോൾവ് എ നെയിം എ ക്ലയൻറ്റ് സെൻഡ് ക്വറി ടു ദ ലോക്കൽ നെയിം സെർവർ. ഫസ്റ്റ് തന്നെ ലോക്കൽ നെയിം സെർവറിലാണ് ക്വറി അല്ലെങ്കിൽ റിക്വസ്റ്റ് അയക്കുക. ലോക്കൽ നെയിം സെർവർ ആദ്യം അതിലില്ലെങ്കിൽ അതിൻ്റെ ആ ലോക്കൽ നെയിം സെർവറിന് അറിയുന്ന ഒന്നോ അതിലധികമോ റൂട്ട് സെർവേഴ്സ് ഉണ്ടാവും. ആ റൂട്ട് നെയിം സെർവേഴ്സിൽ ക്വറി ചെയ്തിട്ടാണ് ആ ഒരു IP അഡ്രസ്സ് ഏതാണെന്ന് മനസ്സിലാക്കുന്നത്.
ഇങ്ങനെയാണ് ഇത് റിസോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനെ മെയിനായിട്ട് രണ്ട് ടൈപ്പ് അല്ലെങ്കിൽ രണ്ട് കാറ്റഗറി ഓഫ് നെയിം റെസൊല്യൂഷൻ ഉണ്ട്. ഒന്ന് ഐട്രേറ്റീവ് നെയിം റെസൊല്യൂഷനും ഒന്ന് റിക്കർസീവ് നെയിം റെസൊല്യൂഷനും. ഇതെന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഐട്രേറ്റീവ് ക്വറി എന്ന് പറയുന്നത് ഒരു യൂസർ ഒരു ഡിവൈസ് ഒരു നെയിമിനെ റിസോൾവ് ചെയ്യണം. അത് ഡൊമെയിൻ നെയിം വെച്ചിട്ട് ഇതിൻ്റെ ലോക്കൽ നെയിം സെർവറാണിത്. ലോക്കൽ നെയിം സെർവറുമായിട്ട് ആദ്യം തന്നെ റിക്വസ്റ്റ് കൊടുക്കുന്നു. ലോക്കൽ നെയിം സെർവർ ആദ്യം ലോക്കൽ നെയിം സെർവറിൽ സെർച്ച് ചെയ്യുന്നു, അതിലുണ്ടോ എന്ന് നോക്കുന്നു. അതിലില്ല എങ്കിൽ ഈ ലോക്കൽ നെയിം സെർവർ തന്നെ ഡയറക്റ്റായിട്ട് അതിനറിയുന്ന റൂട്ട് ആയിട്ടുള്ള ഒരു സെർവറിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു, അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതിലുണ്ട് എങ്കിൽ അത് നേരെ റിട്ടേൺ അടിക്കുന്നു. ഇല്ല എങ്കിൽ അടുത്ത സെർവറിലേക്ക് റിക്വസ്റ്റ് കൊടുത്ത് അവിടെ സെർച്ച് ചെയ്യുന്നു. ഉണ്ട് എങ്കിൽ അത് തിരിച്ചു കൊടുക്കുന്നു. ഇല്ല എങ്കിൽ അടുത്തതിൽ സെർച്ച് ചെയ്യുന്നു. ഇങ്ങനെ ഈ ഒരു ലോക്കൽ നെയിം സെർവർ തന്നെ ഡയറക്റ്റായിട്ട് ബാക്കിയുള്ള റൂട്ട് സെർവറുമായിട്ട് കോൺടാക്ട് ചെയ്ത് നെയിമിനെ റിസോൾവ് ചെയ്തെടുക്കുന്നതിനാണ് ഐട്രേറ്റീവ് ക്വറി റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഐട്രേറ്റീവ് നെയിം റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് റിക്കർസീവ് ക്വറി. റിക്കർസീവ് ക്വറി എന്ന് പറയുന്നത് ഒരു ഡിവൈസ്, ആ ഡിവൈസ് അതിൻ്റെ ലോക്കൽ DNS സെർവറിനോട് ആദ്യം റിക്വസ്റ്റ് ചെയ്യുന്നു, അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതിലില്ല എങ്കിൽ നേരെ അത് തൊട്ടടുത്ത റൂട്ട് DNS സെർവറിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ദെൻ ഇത് ഈ റൂട്ട് DNSലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ റിട്ടേൺ ചെയ്യുന്നു. ഇല്ല എങ്കിൽ ദെൻ അത് ഈ ഒരു റൂട്ട് DNSൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇനി അടുത്ത സെക്കൻഡ് റൂട്ട് സെർവറിൽ പോയിട്ട് അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ദെൻ ഇതിലില്ല എങ്കിൽ പിന്നെ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ബാക്കിയുള്ളതിൽ ചെക്ക് ചെയ്തിട്ട് അത് ബാക്കിയുള്ള സെർവറിൽ എവിടെയെങ്കിലും ആ ഒരു IP അഡ്രസ്സ് റിസോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെ റിക്കർസീവായിട്ട് പോകുന്നതിനെയാണ് റിക്കർസീവ് ക്വറി എന്ന് പറയുന്നത്. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ യൂസർ ലോക്കൽ നെയിം സെർവർ, ഈ ലോക്കൽ നെയിം സെർവറിനോട് ഇത് ആദ്യം റിക്വസ്റ്റ് ചെയ്യുന്നു, ഇതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇതിലില്ല എങ്കിൽ ദെൻ ഈ ഒരു ലോക്കൽ നെയിം സെർവർ തന്നെ ഡയറക്റ്റായിട്ടാണ് ബാക്കിയുള്ള ഓരോ റൂട്ട് സെർവറുമായിട്ട് ചെക്ക് ചെയ്യുന്നത്. അതിൽ റിസോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നു. ഇല്ല എങ്കിൽ അടുത്തതിൽ ഡയറക്റ്റായിട്ട് നോക്കുന്നു. ഇല്ല എങ്കിൽ അടുത്തതിൽ ഡയറക്റ്റായി നോക്കുന്നു. അങ്ങനെയാണ് ഫൈനലി നെയിമിനെ റിസോൾവ് ചെയ്യുന്നത്. പക്ഷേ റിക്കർസീവിൻ്റെ അകത്ത് യൂസർ ലോക്കൽ നെയിം സെർവറുമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. അതിലില്ല എങ്കിൽ അത് അടുത്ത റൂട്ട് DNS സെർവറുമായിട്ട് ചെക്ക് ചെയ്യുന്നു. ദെൻ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അടുത്തതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഇതിലില്ല എങ്കിൽ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അടുത്തതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ റിക്കർസീവായിട്ടാണ് ഫൈനലി നെയിമിനെ റിസോൾവ് ചെയ്തിട്ട് ലോക്കൽ നെയിം സെർവർ വഴി ഈ ഒരു യൂസറിലോട്ട് എത്തുന്നത്. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതാണ് റിക്കർസീവ് നെയിം റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് DNS. എന്താണ് DNS? ഇൻ്റർനെറ്റിൻ്റെ അകത്ത് ഹോസ്റ്റ് ഉണ്ടാവും, ഹോസ്റ്റിന് നെയിമും ഉണ്ടാവും, IP അഡ്രസ്സും ഉണ്ടാവും. ഈ നെയിമിനെ IP അഡ്രസ്സുമായിട്ട് റിസോൾവ് ചെയ്യുന്ന നെയിമിംഗ് സർവീസാണ് DNS എന്ന് പറയുന്നത്. അതായത് IP അഡ്രസ്സ് ഓർമ്മിച്ച് വെക്കുന്നതിന് പകരം നെയിമിനെ വെച്ചിട്ട് നമുക്ക് ആ ഒരു IP അഡ്രസ്സിലേക്ക് മാപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ റിസോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ലെയറിൽ യൂസ് ചെയ്യുന്നതാണ് DNS, ഡൊമെയിൻ നെയിം സിസ്റ്റം. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, DNS നെയിം സ്പേസ് എന്താണ്, അങ്ങനെയുള്ള നെയിംസിനെയാണ് നമ്മൾ ഡൊമെയിൻ നെയിംസ് എന്ന് പറയുക. ആ ഡൊമെയിൻ നെയിംസിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസ്, അതിനെ നമ്മൾ പല സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനെ വീണ്ടും സബ് സോൺ അല്ലെങ്കിൽ സബ് ഡൊമെയിൻ ആയിട്ട് നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ റിസോഴ്സ് റെക്കോർഡ്, ഈ സോൺസിലുള്ള ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്ന റെക്കോർഡ്സിനെയാണ് നമ്മൾ റിസോഴ്സ് റെക്കോർഡ്സ് എന്ന് പറയുക. അതൊരു 5 ടപ്പിളാണ്. ദെൻ എങ്ങനെയാണ് ഈ ഒരു നെയിമിനെ റിസോൾവ് ചെയ്യുന്നത്, ഈ ഹോസ്റ്റ് നെയിമിനെ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ IP അഡ്രസ് ഫൈൻഡ് ചെയ്യുന്നത്, അതിൻ്റെ 2 ഡിഫറെൻറ്റ് കാറ്റഗറി ഐട്രേറ്റീവ് ആൻഡ് റിക്കർസീവ്. ഐട്രേറ്റീവിൻ്റെ അകത്ത് യൂസർ ലോക്കൽ നെയിം സെർവർ, ഈ ലോക്കൽ നെയിം സെർവർ ഡയറക്റ്റായിട്ട് ഇതിലില്ല എങ്കിൽ റൂട്ട് DNS ഒന്നോ അതിലധികമോ റൂട്ട് DNS സെർവറുമായിട്ട് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് നെയിമിനെ റിസോൾവ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ലോക്കൽ നെയിം സെർവർ ഒരു റൂട്ട് DNSലേക്ക് റിക്വസ്റ്റ് ചെയ്യുന്നു, അതിലില്ല എങ്കിൽ ദെൻ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ബാക്കിയുള്ളതിൽ ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ റിക്കർസീവായിട്ട് റിസോൾവ് ചെയ്തെടുക്കുന്നതിനാണ് റിക്കർസീവ് നെയിം റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.